ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ഗോപിനാഥ് ലക്ഷ്മിപുരത്തേക്ക് പോകാനായി എല്ലാവരെയും താഴേക്ക് വിളിക്കുകയാണ്. പാർവതിയും വിശാലും വിപിനും പല്ലവിയും എല്ലാവരും തന്നെ വരുമ്പോൾ ഗാർഗി വരുന്നില്ലേ എന്ന് ഗോപി ചോദിക്കുന്നു. പിന്നെ ഞാൻ വരാതെ എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് അവരിറങ്ങാൻ നേരം അങ്ങോട്ടേക്ക് സുശീലയും ജാസ്മിനും കൂടി വന്ന് പറയുകയാണ്, ഞങ്ങളും വരുന്നുണ്ട് ലക്ഷ്മിപുരത്തേക്ക്. ഇത് കേൾക്കുന്ന ഗോപി ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങൾ വന്നാൽ എങ്ങനെ ശരിയാകും? അമ്മ ഇവിടെ ഒറ്റയ്ക്കാകില്ലേ? അതുകൊണ്ട് നിങ്ങൾ വരണ്ട, ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോപി ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും. അതേസമയം ലക്ഷ്മിപുരത്തെ ഗായത്രിയുടെ വീട്ടില് പഴയ ഫോട്ടോകളെല്ലാം മാറ്റി പുതിയ ഫോട്ടോ തൂക്കാൻ പറയുകയാണ് ഒരാള്. ഇത് കേൾക്കുന്ന ഒരു മുത്തശ്ശി പഴയ ഫോട്ടോകളെല്ലാം മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളില് ഗായത്രിയുടെ വിരലടയാളം അടങ്ങുന്ന ഒരു ചിത്രവും ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിഷമിച്ച് നടക്കുന്ന ജാസ്മിന്റെ അടുത്തേക്ക് സുശീല ചെല്ലുകയാണ്. എന്നാലും വിശാലിന്റെ കൂടെ ലക്ഷ്മിപുരത്തേക്ക് പോകാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചതാ എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ്, അത് പിന്നെ ഏട്ടൻ അമ്മയെ നോക്കാനായി നിൽക്കാൻ പറയുമ്പോൾ നമുക്കത് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. അമ്മേ, നമ്മൾ അവളോടൊപ്പം ലക്ഷ്മിപുരത്തേക്ക് പോകുന്നത് ആ പാർവതിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവള് അങ്കിളിനെ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്ന് ഉറപ്പുള്ള കാര്യമാ. അതില് പാർവതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് സുശീല ചോദിക്കുമ്പോൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് ജാസ്മിൻ പറയുന്നു. ഷോ, നീ ഇത് നേരത്തെ തന്നെ എനിക്കൊരു സൂചന നൽകിയിരുന്നെങ്കിൽ അവളുടെ പ്ലാനെല്ലാം ഞാൻ പൊളിച്ചേനെ. അമ്മയെ ഇപ്പോ ഈ വീട്ടില് ആർക്കും ഒരു വിലയുമില്ല. വാ പോയ കോടാലിക്ക് തുല്യമാണമ്മ. അതുകൊണ്ട് തന്നെയാകും അമ്മയെ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ ആങ്ങള തന്നെ വിലക്കിയതും. ശരിയാ, നീ പറഞ്ഞതാ സത്യം. ഇത്രയും നാളും ഞാനൊരു മൂഢസ്വർഗത്തിലായിരുന്നു. എനിക്ക് ഇവിടെ ആരും ഒരു വിലയും തരുന്നില്ല. അമ്മയ്ക്ക് അങ്കിളിന്റെ ഒപ്പം വില കിട്ടാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്നത് പോലെ അമ്മ ചെയ്യാമോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് സുശീല പറയുന്നു. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, ഈ വീടിന്റെയും സ്വത്തുക്കൾക്കുമൊക്കെ തന്നെ അങ്കിളിനുള്ളതിന്റെ നേർപകുതി അവകാശം അമ്മയ്ക്കുമുണ്ടല്ലോ. അമ്മ അപ്പോ പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അങ്കിളിന്റെ പേരിൽ അയക്കണം. ലക്ഷ്മിപുരത്ത് നിന്ന് തിരിച്ചു വരുന്നവർക്ക് കിട്ടുന്ന ആദ്യ നോട്ടീസ് ഇതായിരിക്കണം. അമ്മയ്ക്കെന്താ ഭയമുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ എനിക്കൊരു ഭയവുമില്ലെന്നും സുശീല പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിപുരമാണ്. പാർവതിക്കും വിശാലിനും മറ്റുള്ളവർക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് നാട്ടുകാരെല്ലാം. അങ്ങനെ പാർവതിയും വിശാലും മറ്റുള്ളവരും ലക്ഷ്മിപുരത്തെ ഗായത്രിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്താടോ, സുഖമാണോ എന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ അല്ലല്ലാതെ എല്ലാം കഴിഞ്ഞു പോകുന്നെന്ന് അയാൾ പറയുന്നു. ഈ വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കിയെടുക്കാൻ താൻ കുറച്ച് മെനക്കെട്ടിട്ടുണ്ടാകും അല്ലേ എന്ന് ഗോപി ചോദിക്കുമ്പോൾ നമ്മുടെ ഗായത്രിയമ്മയുടെ തറവാടല്ലേ, ഇതൊന്നും ശരിയാക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു സൗകര്യക്കുറവുമില്ലെന്നും അയാൾ പറയുന്നു. തുടർന്ന് അയാൾ പറയുകയാണ്, ഈ വീട് ഇങ്ങനെ അടച്ചിടല്ലേ സാർ. ഒരു കാലത്ത് ഐശ്വര്യം നിറഞ്ഞു നിന്ന ഈ തറവാട് ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമാണ്. വരാടോ, ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ ശ്രമിക്കാമെന്ന് ഗോപി പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഇനി ഇതിന് മറുപടി പറയേണ്ടത് സാറല്ല, ഇവിടുത്തെ മരുമകളാണ്. വരാം, ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാമെന്ന് പാറു പറയുന്നു. ഇത് കേൾക്കുന്ന അയാൾ പറയുകയാണ്, മോള് ഈ വീടിന്റെ മാത്രം മരുമകളല്ല, ലക്ഷ്മിപുരം നാടിന്റെ തന്നെ മരുമകളാണ്. മോളെ കാണാനും മോളെ ഈ നാട്ടിലേക്ക് സ്വീകരിക്കാനും ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇനി നമ്മുടെ നാട്ടിൽ ഗായത്രി അമ്മയുടെ സ്ഥാനം സ്വീകരിക്കേണ്ടത് മോളാണ് എന്നയാൾ പറയുമ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാം ചേർന്ന് കൈയടിക്കുകയാണ്. ഗായത്രി അമ്മയുടെ പാത തുടർന്ന് മോള് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകണമെന്ന് ഒരു നാട്ടുകാരൻ പറയുമ്പോൾ പാറു പറയുകയാണ്, ദേവമ്മയ്ക്ക് പകരമൊന്നും ഞാൻ വരില്ല. എന്നാലും ദേവമ്മയുടെ അഭിമാനത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യുകയുമില്ലെന്നും പാറു പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. തുടർന്ന് പാറുവിനെയും വിശാലിനെയും മാലയണി അവര് അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ട് പോവുകയാണ്. കൂട്ടത്തിൽ പ്രഭാവതിയെയും പ്രതാപനെയും അയാൾ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി. തുടർന്ന് എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ പല്ലവി വിപിനോട് പറയുകയാണ്, എന്താ വിപിൻ സാറേ, ഞാനും ഇവിടുത്തെ മരുമകളല്ലേ, എന്നിട്ട് എന്നെ എന്താ അവര് ബഹുമാനിക്കാത്തതെന്ന് പല്ലവി ചോദിക്കുമ്പോൾ ഇവിടുത്തെ മരുമകൾ കേൾക്കുന്ന വിപിൻ പറയുകയാണ്, പല്ലവി, നീ ഇവിടുത്തെ മരുമകളല്ല, ഇവിടെ നീയേ എന്റെ അമ്മയുടെ തറവാട്ടിലെ മരുമകളാണ്. നിന്നെ ബഹുമാനിക്കേണ്ടത് അവരാണ്. ഇല്ല, ഇവിടെയുള്ളവരും എന്നെ ബഹുമാനിക്കണമെന്ന് പല്ലവി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും. എന്താ പ്രശ്നമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, ഇവിടെ ആരും എനിക്കൊരു മാന്യതയും വിലയും ഒന്നും തന്നെ തരുന്നില്ലമ്മേ. അവർക്കെല്ലാം പാർവതിയെ മതി. പാർവതിക്ക് കിട്ടുന്ന ബഹുമാനമൊക്കെ എനിക്കും വേണം. അമ്മ എന്താണെങ്കിലും ഇതൊന്ന് പറഞ്ഞ് ശരിയാക്കി തരണമെന്ന് പല്ലവി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പ്രതാപൻ പറയുകയാണ്, എന്റെ പല്ലവി, ഈ നിൽക്കുന്ന ചേച്ചിയെ പോലും അവർ മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെയല്ലേ നിന്നെ. അങ്ങനെ പാറുവും മറ്റും അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ
ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ മുരുക എന്ന് ഒരാൾ ചോദിക്കുമ്പോ അത് പിന്നെ ഗോപി അങ്ങന്ന് വന്നെന്നറിഞ്ഞ് ഞങ്ങൾ കാണാൻ വന്നതാന്ന് അയാൾ പറയുന്നു. തുടർന്ന് ഗായത്രിയമ്മ ഉള്ളപ്പോൾ ഉള്ള നാടിന്റെ കാര്യങ്ങളെല്ലാം അയാൾ പറയുകയാണ്. ഞാൻ വന്നത് എന്റെ കുഞ്ഞിന് ഒരു പേരിടണം, അതിനു വേണ്ടിയാ. അമ്മ പേരിട്ട കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് വളർന്ന് ബഹുമിടുക്കന്മാര് തന്നെയാ ആയിരിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഓ അതാണോ വിഷയം? കുഞ്ഞിനൊരു പേരിടണം, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ, ഞാൻ പേരിടാലോ. ഇത് കേൾക്കുന്ന അയാൾ പറയുകയാണ്, അയ്യോ ക്ഷമിക്കണം, എന്റെ കുഞ്ഞിന് പേരിടേണ്ടത് നിങ്ങളല്ല, ഗായത്രിയമ്മയുടെ മരുമകളായ ഈ അമ്മയാണ് ഇനി ഞങ്ങൾക്ക് ഗായത്രിയമ്മ. അമ്മ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കുഞ്ഞിന് ഒരു പേരിടണം. ഇത് കേൾക്കുന്ന പ്രഭാവതിയും മറ്റുള്ളവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് വിശാല പറയുകയാണ്, പാർവതി, ഈ ഗ്രാമത്തില് അങ്ങനെയാ. അമ്മ പട്ടണത്തിലായിരുന്നപ്പോഴും ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുമ്പോ പാറു പറയുകയാണ്, ശരി, നിങ്ങളുടെയൊക്കെ നിർബന്ധം അതാണെങ്കിൽ ഞാൻ പേരിടാം. ഇത് കേൾക്കുന്ന പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കുകയാണ്, പാർവതി എന്ത് പേരായിരിക്കും ഇടാൻ പോകുന്നത്? അതിലെന്താ ആലോചിക്കാനുള്ളത്? അവള് പേരിടാൻ പോകുന്നത് ഗായത്രി എന്നായിരിക്കും. എന്നാൽ പ്രഭാവതിയുടെ ഊഹാപോഹങ്ങളെ തെറ്റിച്ചുകൊണ്ട് പാറു ആ കുട്ടിക്ക് കീർത്തി എന്ന് പേരിടുകയാണ്. എന്താ, എല്ലാവർക്കും പേരിഷ്ടപ്പെട്ടോ എന്ന് പാറു ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറയുന്നു. തുടർന്ന് വിശാൽ പറയുകയാണ്, നീ കുഞ്ഞിന് ഗായത്രി എന്ന് പേര് വെക്കുമെന്നാ ഞാൻ കരുതിയത്. അത് പിന്നെ അമ്മയുടെ പേര് വെക്കാത്തതിന് ഒരു കാരണമുണ്ടെന്ന് പാറു പറയുമ്പോൾ എല്ലാവരും പാറുവിനെ സംശയത്തോടെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.